الحمد لله الكريم المنان المتفضل على عباده بأصناف النعم وأنواع الإحسان، وأشهد أن لا إله إلا الله وحده لا شريك له الملك الديان، وأشهد أن محمدا عبده ورسوله المبعوث بالهدى والرحمة والصلاح القلوب والأبدان، صلى الله عليه وآله وأصحابه والتابعين لهم بإحسان وسلم تسليما كثيرا. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها المسلمون، أوصيكم ونفسي بتقوى الله، ففيها العون والنصرة والنجاة والفلاح. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടിപ്പിൽ ചിലതിനെ മറ്റു ചിലതിനേക്കാൾ പ്രാധാന്യവും ശ്രേഷ്ഠതയും കൽപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും അല്ലാഹു ശ്രേഷ്ഠരായി പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു. ആ പ്രവാചകന്മാരിൽ നിന്ന് ശ്രേഷ്ഠരായി ഒന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, രണ്ട് നൂഹ് നബി അലൈഹിസ്സലാം, മൂന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. അങ്ങനെ 5 പ്രവാചകന്മാരെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരായി അള്ളാഹു തിരഞ്ഞെടുക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് വരുന്ന മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നും മലക്കുകളെ ശ്രേഷ്ഠരായി അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, മീഖായിലാണ്, ഇസ്രാഫീലാണ്, മലക്കുൽ മൗത്താണ്. ആ 4 ശ്രേഷ്ഠരായ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നും അവരുടെ നേതാവായി ജിബ്രീൽ അലൈഹിസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുകയും ചെയ്തു. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ 12 മാസങ്ങളെ നിശ്ചയിച്ചു. ആ 12 മാസങ്ങളിൽ നിന്നും റമളാനിനെ ശ്രേഷ്ഠമായി തിരഞ്ഞെടുത്തതായി നമുക്ക് കാണാൻ കഴിയും. ദിവസങ്ങളുടെ കൂട്ടത്തിൽ വെള്ളിയാഴ്ച ദിവസത്തെ ശ്രേഷ്ഠമായി അള്ളാഹു പരിഗണിച്ചു. ഇനി സമയങ്ങളുടെ കൂട്ടത്തിലാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിലെ പ്രത്യേകമായ ഒരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് എന്ത് ചോദിച്ചാലും അതിന് അപ്പം നിങ്ങൾക്ക് മറുപടി കിട്ടും, ഉത്തരം നൽകപ്പെടും എന്ന് പരിശുദ്ധ ഇസ്ലാമിലൂടെ പഠിപ്പിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കും. ഇനി രാത്രികളുടെ കൂട്ടത്തിൽ ലൈലത്തുൽ ഖദറിനെ ശ്രേഷ്ഠമാക്കി അല്ലാഹു. പകലുകളുടെ കൂട്ടത്തിൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 പകലുകളെ പരിശുദ്ധ ഇസ്ലാമിലൂടെ ശ്രേഷ്ഠമായി കൽപ്പിച്ച രംഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ലോകത്ത് കോടിക്കണക്കിന് പള്ളികളുണ്ട്. ആ പള്ളികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് 3 പള്ളികളാണ്. മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറം, മസ്ജിദുൻ നബവി. സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ കഅബ, മദീന, ഫലസ്തീൻ, മിന, അറഫ, അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങളെയും പവിത്രമായി ശ്രേഷ്ഠമായി പരിശുദ്ധ ഇസ്ലാം തെരഞ്ഞെടുത്ത രംഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സഹോദരങ്ങളെ, അതുപോലെയാണ് പരിശുദ്ധമായ ഹജ്ജിന്റെ മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആ ഹജ്ജിന്റെ മാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ചില ചരിത്രത്തിന്റെ വിസ്മരിക്കാനാവാത്ത മുഹൂർത്തങ്ങളുണ്ട്. അത് ഒന്ന്,
മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും കുടുംബത്തിന്റെ ജീവിത രേഖയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു വ്യക്തിയായിരുന്നില്ല, മറിച്ച് ഒരു സമൂഹമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാധാരണ ഒരു പ്രവാചകനായിരുന്നില്ല, മറിച്ച് പ്രവാചകന്മാരുടെ പരമ്പരയുടെ പിതാവ് കൂടിയായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഖലീലുള്ളയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ള അള്ളാഹുവിന്റെ കൂട്ടുകാരനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരുപാട് പ്രാർത്ഥനകൾ ജീവിതത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന് ശേഷം വരാനിരിക്കുന്ന ഉമ്മത്തിന് കൂടി ഫലം ലഭിക്കുന്ന പ്രയോജനപ്രദമായ നന്മകളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ച രംഗം പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് നടത്തിയിട്ടുള്ള പ്രാർത്ഥനകൾ ആ ഇബ്രാഹിമി മില്ലത്ത് പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിലും പ്രയോജനം ലഭിക്കുന്നതാണ് എന്നും ആ പ്രാർത്ഥനകൾ നമ്മളും പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാമതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് വഇദ് ഖാല ഇബ്രാഹിം വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എൻ്റെ രക്ഷിതാവേ, നീ എന്നെയും എൻ്റെ സന്താനങ്ങളെയും ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുന്നതിൽ നിന്നും അകറ്റി നിർത്തണേ. ആരാണ് സഹോദരങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നത്? ആദർശത്തിന്റെ പേരിൽ, നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, തന്നിൽ അർപ്പിതമായ ദഅവത്ത് ഇടവലം സൗഭാഗ്യങ്ങൾ, സൗകര്യങ്ങൾ, സന്തോഷങ്ങൾ നോക്കാതെ, പരിഭവങ്ങൾ, പരാതികൾ, പിണക്കങ്ങൾ പരിഗണിക്കാതെ ദഅവാരംഗത്ത് ഏർപ്പെട്ടു. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം സഹിക്കേണ്ടി വന്നു. നാടും വീടും കുടുംബവും സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാം ത്യജിക്കേണ്ടി വന്നു. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്താ? പടച്ചവനെ, എന്നെയും എൻ്റെ മക്കളെയും നിനക്ക് പുറമെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും അകറ്റി നിർത്തണേ എന്ന് പ്രാർത്ഥിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളും നമുക്കും നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനം ഖുർആൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന് യാതൊരുവിധ പങ്കുകാരില്ല, അപ്രകാരമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അവന് കീഴ്പ്പെടുന്നവരിൽ ഒന്നാമനാണ് ഞാൻ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അശ്രിക ബിക വഅന അഅലമു വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാവിധ ശിർക്കുകളിൽ നിന്നും പങ്കു ചേർക്കലുകളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. അറിയാതെ ചെയ്തു പോയ എന്തെങ്കിലും ശിർക്കുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാനിതാ റബ്ബേ നിന്നോട് പാപമോചനം തേടുകയും ചെയ്യുന്നു. രണ്ടാമതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥനയായി പഠിപ്പിക്കപ്പെടുന്നത് റബ്ബി ജഅൽനി മുഖീമസ്സലാം, എൻ്റെ രക്ഷിതാവേ, എന്നെ നീ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവനാക്കേണമേ. വമിൻ ദുർരിയതി, എൻ്റെ സന്തതികളിൽപ്പെട്ടവരെയും നീ നിസ്കാരം ശരിയാക്കണേ. മഹാനായ ലുഖ്മാൻ ഹക്കീം തന്റെ മകനെ ഈ രൂപത്തിൽ നസീഹത്ത് നൽകിയതായി അഹ്ലുൽ ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. യാ ബനീ അഖിമിസ്സലാഹ് താമത്തൻ ബിഅർഖാനിഹാ വശുറൂതിഹാ വവാജിബാതിഹാ. എൻ്റെ പൊന്നുമോനെ, നീ നിസ്കാരം അതിന്റെ അടിസ്ഥാനങ്ങളോട്, നിബന്ധനകളോട്, കടമകളോട്, ബാധ്യതകളോടുകൂടി നിർവഹിക്കണം. അതിൽ യാതൊരുവിധ തടസ്സവും നിന്റെ മുമ്പിൽ ഉണ്ടാകാൻ പാടില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ മൂന്നാമത്തെ പ്രാർത്ഥനയായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വജഅല്ലി ലിസാന സിദ്ഖ് ഫിൽ ആഖിരീൻ. അല്ലാഹുവേ, പിന്നീട് വരാനുള്ള തലമുറകൾക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കി തരണേ. പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചു. ആ സ്വീകരിച്ചതിന്റെ അടയാളാണ് ഇന്നും ഞാനും നിങ്ങളും ഇനി ലോകാവസാനം വരെ ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകളും ചൊല്ലുന്ന ഇബ്രാഹിമി സ്വലാത്ത്. സഹോദരങ്ങളെ, അതുപോലെ നമ്മുടെ പേരും പെരുമയും
നന്മയും നിലനിർത്താൻ നമുക്ക് സാധിക്കോ? അങ്ങനെ കഴിയണമെങ്കിൽ ഇവിടെ അടയാളപ്പെടുത്തണം. അതിന്റെ അടയാളം എന്താ? നമ്മൾ ചെയ്തു വെച്ച നന്മ. നമ്മൾ ഉണ്ടാക്കിയ വീടല്ല, നമ്മൾ വാങ്ങിക്കൂട്ടിയ സ്ഥലമല്ല, നമ്മൾ ഈ ലോകത്ത് ബാക്കി വെച്ചു പോയ നന്മ. ഏതൊരു നന്മയെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും ഇന്ന ആളുണ്ടായിരുന്നെങ്കിൽ അൽഹംദുലില്ലാ ഇതെത്ര പെട്ടെന്ന് പരിഹരിക്കപ്പെടുമായിരുന്നു. ആ ഒരു നന്മയാണ് ഈ ലോകത്ത് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടത്. അങ്ങനെ അവശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലോകാവസാനം വരെ അത് നിലനിൽക്കുമെന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വൽഹഖിനി ബിസ്വാലിഹീൻ, എന്റെ രക്ഷിതാവേ എന്നെ നീ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിച്ചു. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുന്യാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, ഈ ലോകത്തിൽ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു, പരലോകത്ത് അദ്ദേഹം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. എന്നിട്ടും ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് പേടി. പടച്ചോനെ, ഞാൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടൂലേ? ഞാൻ ചെയ്ത നന്മ എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഉമ്മത്തിന് കിട്ടൂലേ? അവരതുപോലെ ചെയ്യൂലേ എന്ന് പേടി. അങ്ങനത്തെ ഒരു ബേജാറുണ്ട് സഹോദരങ്ങളെ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ അഞ്ചാമത്തെ പ്രാർത്ഥനയായി അള്ളാഹു പഠിപ്പിക്കുന്നത് റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കുകയും ചെയ്യണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞത് ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. നമ്മൾ പറയുന്ന മറുപടി എന്തായിരിക്കും? പടച്ചോനെ, കാണില്ലേ ഞാൻ നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, സ്വതക്കം കൊടുക്കുന്നത്, നന്മകൾ ചെയ്യുന്നത് കാണില്ലേ? എന്നിട്ട് എന്നോട് വീണ്ടും അസ്ലിം എന്ന് പറയാൻ എന്തിനാ അതിന്റെ ആവശ്യം? ഞാൻ മുസ്ലിമല്ലേ? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അള്ളാഹു അസ്ലിം എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബിന്റെ മറുപടി എന്താ? ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകൈക സൃഷ്ടാവായ അള്ളാഹുവിൽ ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു. അങ്ങനെ പറയാൻ പറ്റുന്നുണ്ട് സഹോദരങ്ങളെ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ആറാമത്തെ പ്രാർത്ഥനയായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക്, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ സന്തതികളിൽ നിന്നും നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ, തലമുറയെ നീ ഉണ്ടാക്കുകയും ചെയ്യണേ. ആ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കാൻ. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത് അന ദഅവത് അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ പറയണത് ഞങ്ങളെ വാപ്പി ഉമ്മി നല്ല പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞങ്ങൾ സ്വാലിഹീങ്ങളാകണമെന്ന്, നല്ല സൽകീർത്തിയുള്ളൊരു തലമുറ ഉണ്ടാകണമെന്ന് വാപ്പി ഉമ്മി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങൾ എന്ന് നമ്മുടെ മക്കൾ പറയണം. ആ മക്കളുടെ മക്കൾ പറയണം. നമ്മൾ നിലകൊള്ളുന്ന നമ്മുടെ പള്ളി, നമ്മുടെ സംവിധാനം, നമ്മുടെ ആദർശം, നമ്മുടെ ദഅവത്ത് നമ്മുടെ മക്കൾക്ക് ഏറ്റെടുക്കാൻ കഴിയോ? ആ മക്കൾക്ക് ശേഷം വരാനിരിക്കുന്ന തലമുറക്ക് അതിന് കഴിയോ? അതിന് പ്രാപ്തമായ നന്മകൾ അവർക്ക് വേണ്ടി നമ്മൾ നീക്കി വെച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഏഴാമത്തെ പ്രാർത്ഥനയായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. ആരാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ച, സന്തോഷങ്ങളെല്ലാം നീക്കിവെച്ച, ത്യാഗസമ്പൂർണമായ ജീവിതം കെട്ടിപ്പടുത്ത മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. പടച്ച റബ്ബേ, നാളെ മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഖിയാമത്ത് നാളിൽ നീ എന്നെ അപമാനത്തിലാക്കരുതേ, നീ എന്നെ പ്രയാസപ്പെടുത്തരുതേ എന്ന് ആരാ സഹോദരങ്ങളെ? അള്ളാഹു കൂട്ടുകാരനായി തെരഞ്ഞെടുത്ത ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സമുദായമാണെന്ന് പഠിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹ് കൂട്ടുകാരനായി തെരഞ്ഞെടുത്ത ഇബ്രാഹിം നബി പരലോകത്ത് നീ എന്നെ അപമാനിക്കരുതേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ആ പരലോകത്ത് നമ്മൾ ഹാജരാകണ്ടേ? മാത്രമല്ല, എന്നിട്ട് ഇബ്രാഹിം നബി അള്ളാഹിനോട് പറയാണ് ഏതൊരു മനുഷ്യനോടും ഇപ്പൊ ദുനിയാവിൽ ജീവിക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കി, എന്തിനാ നിങ്ങൾ ജീവിക്കുന്നത്? മക്കളുടെ നന്മക്ക് വേണ്ടി.
കുടുംബത്തിന്റെ നന്മക്ക് വേണ്ടി, കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി, അല്ലേ സഹോദരങ്ങളെ? ആ കുടുംബത്തെ കുറിച്ചാണ് ഇബ്രാഹിം നബി അള്ളാഹിനോട് പറയുന്നത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. പടച്ചോനെ, സമ്പത്തും സന്താനങ്ങളും പ്രയോജനപ്പെടാത്ത ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ നമുക്ക് പ്രയോജനം കിട്ടണ്ടേ സഹോദരങ്ങളെ? വേണം. എന്നിട്ട് പറയാണ്, ആ പ്രയോജനം കിട്ടുന്ന ആളുകൾ ആരാന്നറിയോ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഖൽബുൻ സലീമായ മനസ്സോടുകൂടി ആരാണോ ആ പരലോക സന്നിധിയിൽ ഹാജരാകുന്നത്, അവർക്ക് മാത്രമാണ് രക്ഷയുണ്ടാവുക എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ 8ാമത്തെ പ്രാർത്ഥനയായി പഠിപ്പിക്കുന്നത്. വജഅൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം. എന്റെ രക്ഷിതാവേ, എന്നെ നീ സുഖസമ്പൂർണമായ സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെട്ടവനാക്കേണമേ. സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കണം എന്താ? 5 നേരം നിസ്കരിക്കുന്നുണ്ട്, നോമ്പുണ്ട്, നന്മകളുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനല്ലാതെ പിന്നെ ആരാ സ്വർഗത്തിൽ പോവാൻ? ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ, ആ സുഖസുന്ദരമായ സ്വർഗത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ. പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന സ്വീകരിച്ചാൽ ആ സ്വർഗത്തിൽ ഇബ്രാഹിം നബിക്ക് പോകാം. പ്രവാചകരെ, ആരാണ് യഥാർത്ഥ സ്വർഗാവകാശികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ലളിതമായി വിചാരണ നടത്തുകയും എന്നിട്ട് ആ മനുഷ്യന്റെ വലത്തേക്കാൽ ബിസ്മി ചൊല്ലി സ്വർഗത്തിന്റെ കവാടവും കടന്ന് അയാളുടെ കാൽ സ്വർഗത്തിലേക്ക് പതിച്ചാൽ അയാൾ സ്വർഗത്തിലായി. അല്ലാഹുവിന്റെ റസൂൽ വഹി മുഖാന്തരം പറഞ്ഞിട്ടുണ്ട്. അശറുൽ മുബശ്ശിരീൻ, 10 ആളുകൾക്ക് സ്വർഗ്ഗം ഉണ്ടെന്ന് റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, വഹിയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, ഇബ്രാഹിം നബി അള്ളാഹിന്റെ കൂട്ടുകാരൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. നമ്മളോ എനിക്കെന്നെ സ്വർഗം റിസർവ് ചെയ്ത് നിൽക്കണ പോലെയാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ 9ാമത്തെ പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, റബ്ബന വതഖബ്ബൽ ദുആ. ഞങ്ങളുടെ രക്ഷിതാവേ, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണമേ. അതുകൊണ്ടാ കഅബാലയം പുനർനിർമ്മാണം നടത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് പ്രാർത്ഥിക്കാൻ കാരണം അതുകൊണ്ടാണ്. സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട്, ഈ പള്ളിയിൽ വന്നിരിക്കുന്നുണ്ട് എങ്കിൽ ഈ പള്ളിയിൽ ഇറങ്ങി പോകുമ്പോൾ പ്രാർത്ഥിക്കണം, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചോനെ, ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇത് സ്വീകരിക്കേണ്ട നീയാണ്, അതുകൊണ്ട് സ്വീകരിക്കണേ എന്ന് റബ്ബിനോട് സഹോദരങ്ങളെ പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. എങ്കിൽ ഖൈർ ഉണ്ടാവും സഹോദരങ്ങളെ. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള, ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള സ്വഹാബിയാണ്. ആ സ്വഹാബി മരണക്കിടക്കയിലാണ്, ശരീരം അനങ്ങാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന് കിടക്കയിൽ കിടക്കുകയാണ്. ശരീരം അനങ്ങാൻ പറ്റുന്നില്ലെങ്കിലും കണ്ണിൽ നിന്നും കണ്ണീര് കണങ്ങൾ ആ കിടക്കയിലേക്ക് ഇങ്ങനെ ചാലിട്ടൊടുകയാണ്. അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ ചോദിക്കാണ്, അല്ല, എന്തിനാ കരയും? അള്ളാഹിന്റെ പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, പിന്നെ എന്തിനാ കരയുന്നത്? നിങ്ങൾക്കല്ലേ സ്വർഗ്ഗമുള്ളത്. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് പ്രവാചകന്റെ കൂടെ ഞാൻ ജീവിക്കുമ്പോൾ മരണപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടിയിരുന്നു, അന്ന് ഷഹീദായിരുന്നെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടിയിരുന്നു. ഇപ്പൊ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ റബ്ബ് ഞാൻ മുൻകൂട്ടി ചെയ്തു വെച്ച അമലുകൾ എന്നിൽ നിന്ന് സ്വീകരിക്കുമോ, അതിന് പ്രതിഫലം നൽകുമോ എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് കഴിയുന്നത്. നമ്മുടെ അമലുകൾ ഒരുപാട് ഉണ്ട്, ആ അമലുകൾ റബ്ബ് സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊരു പേടി നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടാകണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ 10ാമത്തെ പ്രാർത്ഥനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. അല്ലാഹുവേ, ഈ നാടിനെ സുരക്ഷിതത്വമായ നിർഭയത്വമുള്ള നാടാക്കി മാറ്റുകയും ചെയ്യണേ. കഅബയെക്കുറിച്ച്, മക്കയെക്കുറിച്ചാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനക്കും അള്ളാഹു ഉത്തരം നൽകി. ആ നാടിനെ അള്ളാഹു നിർഭയത്വമാക്കി സുരക്ഷിതമാക്കി തീർത്ത രംഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ രൂപത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തിയിട്ടുള്ള അത്യുജ്വലമായിട്ട് ഒരു വിശ്വാസി ജീവിതത്തിൽ സ്വീകരിക്കേണ്ട, പിൻപറ്റേണ്ട, പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ ജീവിതത്തിനോട്, കർമ്മങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട്
ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, നാടുകൂട്ട നരകത്തിലേക്കും മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും അനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായി മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ മുഹ്സിനീങ്ങളിൽ ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റബ്ബേ. അള്ളാഹുവെ, മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിവാളിക്കുന്ന കഠോരമായ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നാം പ്രാർത്ഥിച്ച അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാന്റെ മകൻ ഹനീം കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. ആ പൊന്നുമോന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കാനും സഹിക്കാനുമുള്ള താക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. اللهم انصر من نصر الدين وخذل من حدا الإسلام والمسلمين. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.